നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്വന്തം കനിഹ. വീണ്ടും സ്വാഗതം. സ്വാഗതം. വീണ്ടും ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചോദിച്ചില്ല, ഞാനുണ്ട് എന്ന് പറഞ്ഞു. ആ സപ്പോർട്ടിന് നന്ദി. കലയെ സ്നേഹിക്കുന്ന ആളാണ്, കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. മുൻപ് പറഞ്ഞ പോലെ ഇത് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സെറ്റാണ്, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഷോ ആണ്. ഇവിടെ വരുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും ജെന്യുവിൻ ഹാർഡ് വർക്കേഴ്സ് ആണ്. അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നു. ബിക്കോസ് ഐ ട്രൂലി എൻജോയ് ബീങ് ഹിയർ ആൻഡ് വീണ്ടും കുറേ നല്ല പെർഫോമൻസസ് കാണാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായും. താങ്ക് യു സോ മച്ച് കനിഹ ചേച്ചി. ഒരുപാട് സന്തോഷം. ഇന്ന് കനിഹ മാമിന് വേണ്ടിയിട്ടൊരു ഉഗ്രൻ പെർഫോമൻസ് ആണ്. എന്താന്ന് വെച്ചാൽ കലകളെല്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് ആദ്യത്തെ കലാരൂപം എന്നറിയപ്പെടുന്നത് ഹാൻഡ് ഷാഡോഗ്രാഫി എന്നാണ് പറയുന്നത്. അന്ന് വെളിച്ചം, ചെറിയൊരു വിളക്ക് കത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് കൈകളുടെ ചലനങ്ങൾ കൊണ്ട് ആദ്യം നിഴൽ കണ്ട് പേടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അവർ ഇത് നിഴലാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതുകൊണ്ട് പല രൂപങ്ങൾ, നിഴൽ കൊണ്ട് ഡാൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ പാലക്കാട് തന്നെ തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്ന അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളിൽ തോൽപ്പാവക്കൂത്ത് ഉണ്ടാകും കുറേ ദിവസങ്ങളിൽ. അതിൽ രാമായണത്തിലേക്ക് യുദ്ധത്തിന്റെ കഥകളാണ് പറയുന്നത്. തോൽപ്പാവക്കൂത്തിലൂടെ ആ യുദ്ധമൊക്കെ കാണിക്കുക. ആ തോലിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രൂപങ്ങളാ. അങ്ങനെ ചേച്ചിക്ക് അത് അറിയുന്നുണ്ടാവും അല്ലെ? തമിഴ്നാട്ടില് തോൽപ്പാവക്കൂത്ത് അങ്ങനെ ഒരു വള്ളുവനാട്ടിലെയാണ്. അതുപോലത്തെ ആദ്യം തുടങ്ങിയ ഷാഡോഗ്രാഫിയാണ്. ആ ഷാഡോഗ്രാഫി ഇന്നും ചെയ്യുന്ന അപൂർവം ചില കലാകാരന്മാരാണുള്ളത്. അതിലൊരാളാണ് വരുന്നത്. അതിലേറെ സന്തോഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ആൾ എന്റെ ഗുരുനാഥനാണ്. ഓക്കെ, സ്വാഗതം ചെയ്യുന്നു മജീഷ്യൻ രാജമൂർത്തി. നമസ്കാരം സർ. നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. രാജമൂർത്തി സാറ് ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ആദ്യത്തെ മീറ്റിംഗ് മുതൽ നമ്മളോടൊപ്പം ഉള്ള ആളാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ഒരു ഫാമിലി മെമ്പറാണ് രാജമൂർത്തി എന്ന് പറയാം. എന്താണ് ഒരു രണ്ട് വാക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഷോയെ പറ്റിയിട്ട്, ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡുകളെ പറ്റിയിട്ട് സാറ്? കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ സത്യം ഈ ഓരോ സമയത്തും ഓരോ ആക്ട് കഴിയുമ്പോഴും ചില ആക്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് കണ്ടിട്ട് കണ്ണ് നിറയുന്ന അവരുടെ എക്സിക്യൂഷന്റെ പെർഫെക്ഷൻ ഉണ്ടല്ലോ, അവർ എടുത്ത എഫേർട്ടും പിന്നെ ഈ ഒരു ഫ്ലോറ് ഫ്രം ദ ബിഗിനിങ് എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് വരുന്ന സമയത്ത് ഒരു എനർജി ഉണ്ടല്ലോ, ഒരു വൈബ് ഉണ്ടല്ലോ. ദാറ്റ് വാസ് സോ എവിഡന്റ് ഇൻ देयर പെർഫോമൻസ്, യു നോ, ലൈക്ക് ദാറ്റ് ആക്ച്വലി ഹെൽപ്ഡ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ ഈ ഷാഡോഗ്രാഫി ആക്ടിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഷാഡോഗ്രാഫി രണ്ട് തരത്തിൽ പെർഫോം ചെയ്യാറുണ്ട്. സാധാരണ ഈ നമ്മുടെ പാലക്കാട് ഭാഗത്ത് തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞ് ട്രഡീഷണലായിട്ട് ചെയ്ത് വളരെ എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നൊരു ട്രഡീഷണലായിട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട്. ഇത് ബെയർ ഹാൻഡ് ഷാഡോഗ്രാഫിയാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് തിയേറ്റർ ആർട്ട് ഫോംസ് ആണ് ബെയർ ഹാൻഡ് ഷാഡോഗ്രാഫി. ഒരു 19th സെഞ്ച്വറിയുടെ ബിഗിനിങ് വരെ വളരെ പോപ്പുലർ ആയിരുന്നു. അതിനുശേഷം സിനിമയും ഡ്രാമയൊക്കെ വളരെ പോപ്പുലർ ആയപ്പോൾ ഇതിന്റെ ഫോളോവേഴ്സ് കുറഞ്ഞു വന്നു. ബിക്കോസ് വെരി ഡിഫിക്കൽട്ട് ഓൾസോ ടു ലേൺ. ഇന്ന് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഐ ഫൗണ്ട് ദ റൈറ്റ് മാസ്റ്റർ. യുനോ, യാ, അത് അദ്ദേഹം എന്ന് പറയുന്നത് പ്രോബബ്ലി ഇന്ന് ലോകത്തുള്ളതിലേക്കും വെച്ച് ദ ബെസ്റ്റ് ഷാഡോഗ്രാഫറാണ്. പ്രഹ്ലാദ് ആചാര്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കർണാടകക്കാരനാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി കലേഷ് വി ആർ ആക്ച്വലി ട്രൈങ് ടു ബ്രിങ് ഹിം ഓവർ ഹിയർ ഓൾസോ. അതൊരു ഭയങ്കര ട്രീറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് അതിലേക്കൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഹൈലൈറ്റ് ഇസ് ആക്ച്വലി യെറ്റ് ടു കം. കണ്ടോ, നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ എന്തൊക്കെ സർപ്രൈസുകളാണ് ഒരുങ്ങുന്നത് അല്ലേ? അതെ, സാറിന്റെ ഹ്യൂമിലിറ്റി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. യു ആർ എൻ എക്സ്പേർട്ട് ആൻഡ് എക്സ്പേർട്ട് യുവർ സെൽഫ്. പക്ഷേ അത്ര ഹംബിൾ ആയിട്ട് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മൾ ഇവിടെ കാണുന്ന സമയത്ത് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് വെച്ചാൽ. തീർച്ചയായിട്ടും നമ്മൾ അതിന് കാത്തിരിക്കുകയാണ്. ഇപ്പൊ സാറിന്റെ ഒരു പെർഫോമൻസ് കാണാനായിട്ടാണ് നമ്മൾ കൂടുതൽ എന്താ പറയാ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് അല്ലേ കലേഷേട്ടാ? ഇപ്പോ നമുക്ക് രാജമൂർത്തി സാറിന്റെ ഹാൻഡ് ഷാഡോഗ്രാഫിയാണ് കാണാൻ പോകുന്നത്. ഈ ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇത് പ്രൊഫഷണൽ ആയിട്ട് സ്റ്റേജിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കലാകാരന് വേണ്ടിയിട്ട് ഒരു വലിയ കൈഡി എല്ലാവരും ചേർന്നിട്ട്.
Only fools rush in, but I can't help falling in love with you. Shall I stay? Would it be a sin if I can't help falling in love with you? Like a river flows surely to the sea, darling, so it goes. Some things are meant to be. Take my hand, take my whole life too, for I can't help falling in love with you, for I can't help falling in love with you. ഷാഡോ ആക്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ ഈ മൂവീസിലൊക്കെ ഈ മറ്റേ നേരത്തെ പറഞ്ഞ പാലക്കാടൻ സ്റ്റൈലിലുള്ള എന്തെങ്കിലും- തോൽപ്പാവക്കൂത്ത് അങ്ങനത്തെ ഒരു ഐറ്റം എന്തെങ്കിലും ആയിരിക്കും. ഗോബോസ് ഒക്കെ വെച്ചിട്ട് അതെ സെറ്റ് അതെ ചെയ്താണ് അതെ 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 ഇങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ്, ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അല്ലേ? ആ ഒരു എന്താ അല്ല, പറയാ, ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതെ. എനിക്കിതിനകത്ത് പിന്നെ നമ്മുടെ Wolf, അല്ലെങ്കിൽ വുൾഫ് അല്ലെങ്കിൽ dog, ഡോഗ് ഒക്കെ അതെ, അതെ, ചെയ്യാനായിട്ട് ഉള്ള സംഭവം അറിയാം. സംഭവം ആ. പക്ഷേ ഇത് രണ്ട് കൈ കൊണ്ടും ഈ വിരലിന്റെ ചലനങ്ങളൊക്കെ കൊണ്ട് ഇത് പെയിൻഫുള്ളാ കുറച്ച്. അതെ 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 ചില തീർച്ചയായും നമുക്ക് ചില അറിയാം. ചില images ഷേപ്സ് കുറച്ച് ചെയ്യാനായിട്ട് കുറച്ച് അതെ. പെയിൻഫുള്ളാ. അതില് ഒരു സെക്കൻഡ് ഒരു ഇതിൽ വന്നപ്പോ ഒരു രണ്ട് കിസ് ചെയ്യുന്ന ഒരു സംഭവം വന്നില്ലേ, അത് എത്ര മൈന്യൂട്ട് ആയിട്ട് ആ ഒരു ഫേസിന്റെ ഈ നോസും ഇതൊക്കെ എങ്ങനെയാണ് സാർ ഇത്രയും ഒരു ഫിംഗേഴ്സ് വെച്ചിട്ട് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങള്. എനിക്ക് പൂച്ച ചെയ്ത സമയത്ത് പൂച്ചയുടെ ആറ്റിറ്റ്യൂഡ് ഒരു ഇത് കണ്ടിട്ട് കനിഹ മാമിന്റെ മുഖം പോകുന്ന എക്സ്പ്രഷൻ കാണാൻ അതും പിന്നെ അതിന്റെ വാല് അതെ, ആ മാനറിസങ്ങളും അതെ, അതുപോലെ ഡോഗ് അല്ല വുൾഫ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം അത് അത്രയും മൈന്യൂട്ടായിട്ട് നമ്മളിലേക്ക് എത്തിയെങ്കിൽ അത് ഇത് ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അല്ലേ കലേഷ്? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പിന്നെ എന്റെ ചുരുങ്ങിയ ടൈമില് അതെ so many different acts. പിന്നെ എന്റെ ആശാനെ പറ്റി ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ പറയും. കൂടുതൽ വെറൈറ്റി കാണിച്ചതാണ് പ്രത്യേകം. ബിക്കോസ് ചുരുങ്ങിയ ടൈമിൽ എത്ര വെറൈറ്റി കാണിച്ചു സർ. അതെ അതെ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, Thank you so ഈ much. മൂർസാറിനെ കുറിച്ച് പറയാൻ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പുള്ളിക്കാരൻ അതിൻ്റെ പിന്നാലെ ആയിരിക്കും. അത് കിട്ടുന്നത് വരെ ഒരു സ്വസ്ഥത ഉണ്ടാവാതെ ക്ലോസപ്പിൽ എനിക്ക് തോന്നുന്നു ഒരു ഏഷ്യയിലെ ഒരു 10 പെർഫോമേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളാണ് രാജമൂർത്തി സാർ. അത്രയും ക്ലോസപ്പ് മാജിക് എന്ന് പറയുന്നത് മാജിക്കിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള കാറ്റഗറിയാണ് ചെയ്യുന്നത്. അതിനകത്ത് കോയിൻസ്, അതിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങൾ, നമ്മളെപ്പോഴും നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ട് കുറേ ആക്ടുകൾ ചെയ്യും, ഒരുപാട് മാജിക്കുകൾ. അപ്പോൾ ഇനി മാലപ്പടക്കം വരാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ ഇന്ന് നമുക്ക് ലഭിച്ചത്. അതിന്റെ ഒരു സന്തോഷം പറഞ്ഞാൽ തീരില്ല. സാർ ഇനിയും വരില്ലേ ഇതുപോലത്തെ കുറെ ഐറ്റംസ് ആയിട്ട്? ഒരു കാര്യം കൂടി പറയാം, എപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് ഒത്തിരി ഇൻബോൺ ടാലൻസ് ഉണ്ടാവും. ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒത്തിരി കലകൾ ഉള്ളിലുണ്ട്, അറിയാം. നമ്മൾ കേരളത്തിൽ ഒത്തിരി ടാലൻസ് ഉണ്ട്, പുറത്ത് അങ്ങനെ അറിയാത്ത പ്രൊഫഷണലി സക്സസ് അല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ബട്ട് ദേ ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ്. അപ്പം ഡെഫിനറ്റ്ലി ഷുവർ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ഗിഫ്റ്റാണ്.
You know, and I wish a lot of them would come here and share their talents with the world. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. Thank you. അപ്പോൾ ഒരുപാട് സന്തോഷം സാർ. വീണ്ടും വരിക, ഒരുപാട് പ്രാവശ്യം വരിക, നമ്മളെയൊക്കെ ഞെട്ടിക്കുക. താങ്ക് യു. Thank you so much. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.